അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. യാത്രിയോ കൃപയാ ധ്യാൻ ദീജിയേ. गाड़ी नंबर 6627। ഹലോ, ഞാനിവിടെ എത്തി. നിങ്ങളിത് എവിടെയാ? ആദി അതല്ലേ പേര്? കിരൺ പറഞ്ഞിരുന്നു. കുറേ നേരമായി വന്നിട്ട്. ഇല്ല, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. കിരൺ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് ഹരി. നീ വേണമെങ്കിൽ ഹരിയേട്ടാന്ന് വിളിച്ചോ. ഹരിയേട്ടൻ? കിരൺ പറഞ്ഞിട്ടുണ്ട്. കിരൺ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അല്ല, നിനക്ക് നിൻ്റെ റൂം കണ്ടേ? ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? വാ, റൂം കാണിച്ചു തരാം. ഇതാണ് നിൻ്റെ റൂം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ മറ്റേതുണ്ടോ? മറ്റേതു? ഏത്? അല്ല, വല്ല ബാധയോ മറ്റോ. സാധാരണ ഇങ്ങനെ റൂമായ അത് നിർബന്ധമാണല്ലോ, അതാ. ഒന്ന് പോടാ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ പിന്നെ ആകെ ഉണ്ടായിരുന്നു ഒരു എഴുത്തുകാരിയാണ്. ഡു യു നോ ദ ഫേമസ് റൈറ്റർ ധാരാസത്യൻ? താരാസത്യൻ? യെസ്, എനിക്കറിയാം. അവരുടെ സ്റ്റോറീസൊക്കെ സോ ഹാർട്ട് ടച്ചിങ്, പ്രത്യേകിച്ചും ലവ് സ്റ്റോറീസ്. ആ, അത് തന്നെ. അവരുടെ റൂമായിരുന്നത്. പുള്ളിക്കാരി ഈ സ്റ്റോറിക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്. അതിവിടെ നിന്ന് പെട്ടെന്ന് മാറിയത്. എന്താ മോനെ, ലവ് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു ആവേശം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രേമോ? ഹേയ്, അങ്ങനൊന്നുമില്ല. അനാഥച്ചക്കന്മാർ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എടാ, ഞാനത് പെട്ടെന്ന്. നീ അതൊക്കെ വിട്. നീ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആക്കിയാവും. അപ്പോൾ തന്നെ നിനക്കൊരു റിലാക്സേഷൻ കിട്ടും. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക. നീ ഫ്രീ ആകുമ്പോൾ വിളിക്കുക. ശരി എന്നാൽ. അപ്പോൾ ഓക്കെ ഹരിയേട്ടാ, ഞാനൊന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ. ഫീൽ ബെറ്റർ. വാവ്, അടിപൊളി. എൻ്റെ മുമ്പേ നീ ശരിക്കും സുന്ദരിയാണ് കേട്ടോ. വാവ്, ഈ റൂം ശരിക്കും അടിപൊളിയാ. എങ്ങനെ അടിപൊളിയാവാതിരിക്കും? ധാരാസത്തിൻ്റെ റൂമല്ലേ, അപ്പോൾ പിന്നെ അടിപൊളിയായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. സോ പെർഫെക്റ്റ്. കത്തോ? എനിക്കോ? അതിന് എൻ്റെ അഡ്രസ്സൊന്നും ഞാനിന്ന് വന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കാവാൻ ചാൻസ് ഇല്ല. എന്നാലും ഈ കത്ത് ഇതാരാ? ഹരിയേട്ടനെ വിളിച്ചു പറയാം, അതാവും നല്ലത്. ആദി പറ. ഹരിയേട്ടാ, ഹരിയേട്ടനിപ്പോൾ എവിടെയാ? തിരക്കിലാണോ? ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് കുഴപ്പമില്ല, നീ പറഞ്ഞോ. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഇല്ലടാ, കുഴപ്പമില്ല, നീ പറ. ഞാനിപ്പോൾ വണ്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്, നീ പറഞ്ഞോ. ഹരിയേട്ടാ, ഈ റൂമിലൊരു കത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കുള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ആ താരാസത്തിൻ്റെ റൂമാണ്. ആ കത്ത് പുള്ളിക്കാരുടെ ഒരാരാധികയുടേതാ. ഒരു ആരാധിക അവിടെ താമസിച്ചിരുന്ന കാലത്ത് അവർക്കിതുപോലെ ഒരു കത്ത് എപ്പോഴും വരും. അവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. പുള്ളിക്കാരി പോയ വിവരം ആ കൊച്ചു അറിഞ്ഞിട്ടുണ്ടാവില്ല. നീ അത് കാര്യമാക്കണ്ട. വാവ്, ഇൻട്രസ്റ്റിംഗ്. കൊള്ളാലോ. അതെ അതെ, ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാ. ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരു കത്ത്. ഞാൻ നല്ല തിരക്കില്ല. ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അപ്പോൾ ശരിയടാ. ഹരിയേട്ടാ, ശരിയെന്നാ. അഡ്രസ് ഇല്ലാത്ത ആരാധികയുടെ കത്ത് ആരായിരിക്കും ഇത്? ബൈ അവന്തിക. അവന്തിക? കൊള്ളാലോ. താരാസത്തിൻ്റെ ഡൈഹാർട്ട് ഫാനായ അവന്തിക. പേരൊക്കെ കൊള്ളാം. ഇത് വായിച്ചാലോ? അവന്തിക അല്ലേ? വേണ്ട, പിന്നെ നോക്കാം. ചേടാ, ഇതെത്ര അടക്കി പറക്കി വെച്ചിട്ടും തീരുന്നില്ലല്ലോ. ഇത്രയും ലഗേജുകൾ എനിക്കുണ്ടായിരുന്നു. അല്ല, ഇതാ കത്തല്ലേ? ഇത്
വായിച്ചാലോ? അല്ല, ഈ അവന്തിക്ക് എന്തിനായിരിക്കും ഈ കാലഘട്ടത്തിലും കത്തുകൾ എഴുതുന്നത്? അതും അഡ്രസ് ഇല്ലാത്തൊരു കത്ത്. എന്താ കത്തിൻ്റെ ഉള്ളിൽ? ഇതൊക്കെ അറിയണമെങ്കിൽ ഞാനത് വായിച്ചേ പറ്റൂ. എൻ്റെ റൂമിലേക്ക് വന്ന കത്തല്ലേ, അപ്പം എനിക്ക് വായിക്കാം. എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ കത്തിലുണ്ടെന്ന്. എന്തോ ഈ കത്ത് വായിക്കാൻ എൻ്റെ ഉൾമനസ്സ് പറയും പോലെ എനിക്ക് ഈ കത്ത് വായിക്കണം. ഈയിടെയായി എനിക്ക് കത്തുകൾ വരാറേയില്ല. മനസ്സ് ശൂന്യമായതുകൊണ്ടാണോ അതോ എന്നോട് പറയാനൊന്നുമില്ലാത്തതുകൊണ്ടോ? നിങ്ങൾ എനിക്ക് അയക്കുന്ന ഓരോ കത്തുകളും എനിക്ക് വെറും കടലാസ് കഷ്ണങ്ങൾ മാത്രമല്ല, മറിച്ച് ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളാണ്. നിങ്ങളാണ് വായനയുടെ ലോകത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. നിങ്ങളുടെ ഓരോ കഥയിലൂടെയാണ് ഞാൻ പുസ്തകങ്ങളെ ഇത്രമേൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ എനിക്ക് കൂട്ടുന്ന ഒരുപാട് കഥകളുണ്ട്. പ്രണയത്തിൻ്റെ, സഹതാപത്തിൻ്റെ, സങ്കടത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അങ്ങനെ ഒത്തിരി. എനിക്ക് കിട്ടാതെ പോയ ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള പുസ്തകം. ആ പുസ്തകങ്ങളിലൂടെ തന്നെ ഞാൻ ഓരോ വികാരത്തെയും അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് മനസ്സ് ശാന്തമാകുമ്പോൾ തൂലികയാൽ മായാജാലം തീർത്ത ആ ഒരുപിടി കഥകൾക്കും കവിതകൾക്കുമായി ഞാൻ കാത്തിരിക്കും. ബൈ, അവന്തിക. എടോ, അപ്പോൾ തനിക്ക് എന്നെപ്പോലൊക്കെ തന്നെയാണല്ലേ? വായിച്ച ഓരോ വരികളിലും തൻ്റെ അനാഥത്വത്തെ ഒളിപ്പിച്ചു വെക്കുന്നതായി എനിക്ക് തോന്നി. അത് എൻ്റെ തോന്നലാവാം, അല്ലെങ്കിൽ ഞാനായ അവസ്ഥയിലായതുകൊണ്ടാവാം. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. താരാസത്തിൻ്റെ ഓരോ കത്തുകളും തനിക്കൊരു പ്രതീക്ഷയാണല്ലേ? ഇനി ചിലപ്പോൾ ആ കത്തുകൾ കൂടി തന്നെ തേടി വരില്ല എന്നറിയുമ്പോൾ നീ ഒരു പക്ഷെ വേദനിച്ചേക്കാം എന്നൊരു തോന്നൽ. തൻ്റെ പ്രതീക്ഷകളാണ് ആ കത്തുകളെങ്കിൽ ആ കത്തുകൾ ഇനി ഇല്ല എന്നറിയുമ്പോൾ താൻ വേദനിക്കുമല്ലോ. ആ വേദന എന്താണെന്ന് മറ്റാരെക്കാട്ടും കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. താൻ എഴുതിയിരിക്കുന്ന കത്തുകൾ ഒരു അതിസംബോധന പോലുമില്ല, ഡയറക്റ്റായി അങ്ങ് എഴുതിയൊരു കത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാം തനിക്ക് താരാസത്തിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതുകൊണ്ട് അവൾ അറിഞ്ഞേ പറ്റൂ ഇവിടെ താരാസത്തിനല്ല ഞാനാണുള്ളതെന്ന്. അല്ലെങ്കിൽ അവൾ വീണ്ടും പ്രതീക്ഷയോടെ കത്തുകൾ എഴുതും. അതെന്തിനാ വെറുതെ? ഇത് ഞാൻ അവളെ എങ്ങനെ അറിയിക്കുക? അതെ, ഞാൻ എഴുതണം. അവളോടെല്ലാം പറഞ്ഞ് ഞാൻ അവൾക്ക് വേണ്ടി എഴുതണം. ഇത് മതി. ഇനി എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യണം. വേഗം നാളെ ആയാൽ മതിയായിരുന്നു. ഇത്ര നേരം വെളുത്തോ? ഇന്നല്ലല്ലോ ജോയിൻ ചെയ്യണ്ടേ? അപ്പോൾ കുറച്ച് അയ്യോ, കത്ത് അത് പോസ്റ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അതും അവസാനിച്ചു. ജീവിതത്തിൽ ആദ്യമായി എനിക്ക് വന്നൊരു കത്ത്. അല്ലല്ല, അഡ്രസ്സ് മാറി എനിക്ക് വന്നൊരു കത്ത്. അവളിനി അതിനെ തിരിച്ച് മറുപടി എനിക്ക് എഴുതുമോ? ഞാനതൊക്കെ ഇതിനെ പ്രതീക്ഷിക്കുന്നേ. അർഹതയില്ലാത്തൊന്നും ആഗ്രഹിക്കരുതല്ലോ. മോളെ, ഇന്ന് കത്തുണ്ട്. ദാ വരുന്നു. ഈ കത്ത് ഇത് മാമിൻ്റെ അല്ലല്ലോ. അവന്തിക, താൻ പ്രതീക്ഷിക്കുന്ന കത്തുകളുടെ അവകാശി ഇവിടെയില്ല. ഇവിടെ ഇപ്പോൾ ഞാനാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ആദി. തൻ്റെ ഓരോ വരികളിലും ഒരുപാട് പ്രതീക്ഷകളുള്ളതായി എനിക്ക് തോന്നി. അപ്പോൾ
ഈ കത്തിന് കൂടി മറുപടി കിട്ടിയില്ലെങ്കിൽ താൻ ഒത്തിരി വേദനിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. താൻ അത്രമേൽ പ്രതീക്ഷിച്ചെഴുതുന്ന കത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ എത്രത്തോളം വിഷമമാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങൾ തന്നോട് പറയുന്നത്. താൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് കേട്ടു. തനിക്ക് വേണമെങ്കിൽ ഈ കത്തിന് മറുപടി എഴുതാം, എഴുതാതിരിക്കാം എന്ന് ആദി. ആദി അവനാരാ? ആദ്യമായിട്ടാ ഞാൻ വേദനിക്കാതിരിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നത്. താരാസത്തിൻ്റെ കത്തുകൾക്ക് പോലും എന്നെ ഇത്രത്തോളം സന്തോഷപ്പെടുത്താനാവില്ല. ആരവൻ ഈ കത്തിന് മറുപടി എഴുതാതിരിക്കാൻ അവൻ ദഹിക്കാവില്ല. ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഒരുപാട് നാളായിരിക്കുന്നു. ഇനി ആ കത്തവൾക്ക് കിട്ടിക്കാണില്ലേ? അതോ ഞാൻ മറുപടി അയക്കാതിരിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇനി വായിക്കാതിരിക്കണോ? അയക്കുമായിരിക്കും. എന്നു ആ കത്തിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പോസ്റ്റ്മാൻ്റെ സൈക്കിളിൻ്റെ ശബ്ദമല്ലേ? അപ്പോ കത്ത് ഇതവളുടെ കത്തല്ലേ? അവന്തികയുടെ. ഓ മൈ ഗോഡ്, ഐ കാൻ ബിലീവ് ഇറ്റ്. എനിക്കിനി അധികം നേരം കാത്തിരിക്കാൻ ക്ഷമില്ല. ആദി, അങ്ങനെയാണല്ലേ പേര്? എന്തുകൊണ്ടാണെന്നറിയില്ല ആദി, നീ അയച്ച കത്തിന് മറുപടി അയക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തോ ഞാൻ പ്രതീക്ഷിച്ച ഒരാളതല്ല ആ കത്തെന്നറിഞ്ഞപ്പോൾ ഞാൻ നിരാശപ്പെട്ടില്ല. ആ കത്തിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുമെന്ന് നിനക്കറിയാമായിരുന്നല്ലേ? അതെങ്ങനെ എന്നെനിക്കറിയില്ല. പക്ഷേ ഒരുപാട് നന്ദിയുണ്ട് എന്നിലെ വേദനയെ പകുതിയോളം ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. നീ പറഞ്ഞ പോലെ തന്നെ നിനക്ക് ഈ കത്തിന് മറുപടി അയക്കാതിരിക്കാം. പക്ഷേ എനിക്കുറപ്പുണ്ട് നീയും എന്നെ പോലെ തന്നെ ചിന്തിക്കുമെന്ന്. ബൈ അവന്തിക. താൻ ചിന്തിച്ച പോലെ ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ താനും എൻ്റെ കത്തുകൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തന്നെ പോലെ തന്നെ ഈ കത്തിന് മറുപടി എഴുതാതിരിക്കാൻ ആദിക്ക് കഴിയില്ല. അതുകൊണ്ട് ആദി ഇനി കത്തുകൾ എഴുതും. പിന്നീട് അങ്ങോട്ട് കത്തുകളുടെ വരവും പോക്കും നിറഞ്ഞ ഞങ്ങളുടെ നാളുകളായിരുന്നു. കാലത്തിന് ഇത്രയും വേഗതയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കത്തുകളിലൂടെ ഞാനും അവന്തികയും കൂടുതലെടുത്തു. എവിടേക്കോ ആ കത്തുകളില്ലാതെ ഞങ്ങൾ പറ്റില്ല എന്ന് വരെയായി. പതുക്കെ അത് സൗഹൃദമായി. അതൊന്നും പ്രണയമായത് പരിഗണിക്കപ്പെട്ടു. അത് ഞാൻ അവളോടോ
അവളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അവൾ അയക്കുന്ന ഓരോ കത്തുകളിലും അവളെന്നെ അത്രമേൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. ആരാരുമില്ലാത്ത ഞങ്ങൾ തന്നെ ആരൊക്കെയോ ആയ പോലെ, കാണാതെയും കേൾക്കാതെയും അത്രമേൽ അടുത്തിരുന്നു ഞങ്ങൾ. കണ്ണും കേട്ടും പ്രണയിച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന പ്രണയത്തേക്കാൾ എത്രയോ മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം. പക്ഷേ ഇനി യോജിച്ചുകൾ പറ്റില്ല. എൻ്റെ അവന്തികയെ അവളെ എനിക്ക് കാണണം, കണ്ടേ പറ്റൂ. അവന്തിക, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലാതെ നീയിലേക്ക് നിന്റെ കത്തുകൾ കൊണ്ടുവന്ന ഒരു വെളിച്ചമുണ്ട്. ഞാനും ഇരുട്ടിൽ എന്നിലേക്ക് വന്ന് വിളിച്ചുമായിരുന്നു നീ. നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, നിന്റെ ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. എങ്കിലും നമ്മൾ സുഹൃത്തുക്കളായി. എന്തും പറയാവുന്ന സുഹൃത്ത് അല്ല, അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയോ. നമ്മുടെ റിലേഷനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ കാണണം. വൈകാതെ തന്നെ സെപ്റ്റംബർ 23 അങ്ങനെ പിറന്നാണ്. അന്ന് മുംബൈ സിറ്റിയിലേക്ക് വരുന്നു, വൈറ്റ് കളർ ഡ്രസ്സിൽ. അവിടെ വെച്ച് ഞാൻ ഉറപ്പായും കണ്ടുപിടിക്കും. കാരണം ഞാൻ എന്നെ വിശ്വസിക്കുന്നു. ഞാൻ കൊതിച്ചതും എനിക്ക് ലഭിച്ചതും ഒന്നാണെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഈ കത്തിന് നീ മറുപടി അയക്കരുത്. കാത്തിരിപ്പിനുള്ളിൽ നീ എനിക്ക് കാണണം. അതാണ് ഈ കത്തിനുള്ള മറുപടി എന്ന് ആദി. അതെ, നീ പറഞ്ഞ പോലെ ഈ ഒളിച്ചുകളി അധികം നാളെ നീട്ടിവെക്കാൻ എനിക്ക് കഴിയില്ല ആദി. നമുക്ക് കാണണം. എനിക്ക് എൻ്റെ ആദിയെ കാണണം. അവന്തിക, നിൻ്റെ ആദി വരുന്നു നിൻ്റെ അടുത്തേക്ക്. വെയിറ്റ് ഫോർ മീ. ആദി, ഞാൻ വരികയാണ് നിനക്ക് വേണ്ടി. ഫൈനലി നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന അവന്തിക. നീ ഇതെവിടെയാ? നിന്നെ ഞാൻ കണ്ടുപിടിക്കണമല്ലോ അവന്തിക. ഞാനിപ്പോ അതല്ലേ? അതെ, അവള് അവന്തിക. അവന്തിക, അവന്തിക, ദേ ഇവിടെ ഞാൻ. അവന്തിക മോനെ, ഒന്ന് സഹായിക്കും മോനെ. എന്താ പൂപ്പ? മോനെ ഒന്ന് സഹായിക്കും മോനെ. കണ്ടിട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നു. മോനൊന്ന് സഹായിക്ക്. അയ്യോ പൂപ്പ, ഞാനിവിടുന്ന് മാറിയാൽ ശരിയാവില്ല. ഞാനിവിടെ കുട്ടി ഞാനിപ്പോ പോയി കഴിഞ്ഞാൽ അവളെന്റെ കൈവിട്ട് പോവാ. അപ്പൂപ്പ, വേറെ എന്തെങ്കിലും വഴി? മോനെ, ഒരു ജീവനെക്കാട്ടും വലുതാണോ നിന്റെ ആവശ്യം? ഇപ്പൊ ഈ ജീവൻ അത് പോയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ പറ്റില്ല. ഒന്ന് സഹായിക്കും മോനെ. അപ്പൂപ്പ, അത് ഞാനിപ്പോ ഞാൻ അവിടെ പോയാ നീ ഞാൻ വന്നില്ലെന്ന് വിചാരിക്കും. അവന്തിക, നിന്റെ കൺമുകളിലുണ്ടായിട്ടും ഞാൻ നിന്നെ കണ്ടിട്ടും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. ഇവിടെ ഞാൻ വന്നില്ല എന്നോ നിന്നെ ചതിച്ചോന്നോ ഒന്നും എനിക്ക് തോന്നരുത്. നീ ഇവിടെ ഉണ്ടായിരിക്കണേ. ഞാൻ വരുന്നവരെ വാ പൂപ്പ, നമുക്ക് കൊണ്ടുപോകാം. അവന്തിക, ഇവിടെ ഞാൻ നിന്നെ തരാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ഞാൻ വന്നപ്പോഴേക്കും നീ പോയല്ലേ. ഞാനിവിടെ വന്നില്ല എന്ന് നീ വിചാരിച്ചല്ലേ. എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല.
ഈ ആദി എന്നെ ചതിച്ചൊന്ന് കരുതരുത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ പറ്റാത്തോണ്ട് എനിക്ക് വേണ്ടി തനിക്ക് കുറച്ചു നേരം കൂടെ കാത്തു നിൽക്കാനില്ലേ? ഈ ആദി വരുമെന്ന് തനിക്ക് പ്രതീക്ഷിച്ചുകൂടെയായിരുന്നു. ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഇല്ല. തോറ്റു കൊടുക്കാൻ ആദ്യം ഒരുക്കമല്ല. നിനക്ക് വേണ്ടി ആദ്യം ഇനി എഴുതും. അവന്തിക, ഞാൻ വന്നിരുന്നു. ഞാൻ തന്നെ കണ്ടതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ തൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഇനിയും കാണണം. താൻ എൻ്റെ ഈ കത്തിന് മറുപടിയാക്കി. ആദ്യം ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. മൂന്ന് മാസമായി ഹരിയേട്ട, 3 മാസം. ഒരു തവണ പോലും ഒരു മറുപടിയും വന്നില്ല. മനുഷ്യപ്പറ്റുള്ള ആരും ചെയ്യുന്നതല്ലേ ഞാനും ചെയ്തു. എന്നോട് ഇങ്ങനെ ദേഷ്യം. എടാ, നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. നമ്മൾ കുറേ ശ്രമിച്ചതല്ലേ. അഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഒരു പക്ഷെ പോസ്റ്റ് പ്രശ്നം വല്ലതും ആയിരിക്കും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അങ്ങനെയാണെങ്കിലും കത്ത് ഡിലേ ആവാറില്ലേ? അങ്ങനെ ഉണ്ടായിട്ടുള്ളതല്ലേ? ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതം വരെയിട്ട എന്തിനേറെ പറയുന്നു. ഞാൻ എന്തിനായി ഭൂമിയിൽ വരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവളുടെ കത്തുകളിൽ നിന്ന് പ്രതീക്ഷയുണ്ടല്ലോ, അതായിപ്പില്ലാണ്ടായി. അതെ, നീ ഇങ്ങനെ ആവല്ലേ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ? നീ അത് ചിന്തിക്കേ. പരിഹാരം? എന്ത് പരിഹാരം ഹരിയേട്ടാ? ഇതൊക്കെ പറയാൻ നല്ല എളുപ്പമാ. പക്ഷെ അനുഭവിക്കാനാ പാട്. അത് ഭയങ്കര കഷ്ടമാ. അതി, നിന്നെ എനിക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം അറിയില്ലടാ. ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഹരിയേട്ടാ, ഞാൻ കത്ത് അവൾക്ക് കത്ത് വീണ്ടും. ഹരിയേട്ടാ, കത്ത് കണ്ടോ, ഇപ്പൊ കത്ത് വന്നതുണ്ടോ? ഇതെന്തെങ്കിലും പോസ്റ്റ് പ്രശ്നമാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. അല്ല, അത് പിന്നെ ആർക്കാരും ടെൻഷൻ വരില്ലേ? 3 മാസമായില്ലേ. കുറച്ച് നാളായി ചെക്കൻ്റെ ഒരു സൂക്കേട് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആണേ. നിനക്ക് നിൻ്റെ കത്ത് കിട്ടിയില്ലേ? എന്നാൽ ഞാൻ ഇറങ്ങാം. നീ സ്വസ്ഥമായിട്ടിരുന്ന് കത്ത് വായിക്കും. ശരിയെന്നാ. ഓക്കെ ഹരിയേട്ടാ, പോയി വാ. ആദി, ഞാൻ നിനക്ക് എഴുതാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നിന്റെ കത്തുകൾ ഈയിടെയാണ് എനിക്ക് കിട്ടിത്തുടങ്ങിയത്. പോസ്റ്റ് ഓഫീസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പിന്നെ നീ എന്നെ കത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലേ? പക്ഷേ ഞാൻ കണ്ടില്ല. അതിന് നിന്നോട് എനിക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നുമില്ല എന്ന് അവന്തിക. അപ്പോൾ അവൾക്ക് എന്നോട് ദേഷ്യമില്ല? അവന്തിക്ക് എന്നോട് ദേഷ്യമില്ല? അവന്തിക, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അങ്ങനെ എല്ലാം പഴയ പോലെയായി. പണ്ട് അവൾ കത്തയക്കാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അവൾ പെട്ടെന്ന് കത്തയച്ചപ്പോൾ അതൊക്കെ മാറി. ആദ്യമൊക്കെ അവളുടെ കത്തിൽ വല്ലാത്തൊരു അകൽച്ച തോന്നിയിരുന്നു. പിന്നീട് അവളുടെ ആ പിണക്കൊക്കെ മാറി. അവളുടെ പഴയ ആ കത്തുകൾ എനിക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾ കാണാൻ പോവുക. പക്ഷേ അന്നത്തെ പോലെ ഒരു റിസ്ക് എടുക്കാൻ ഇനി വയ്യ. ഇനി ആർക്കും ഞങ്ങളുടെ കണ്ണുമുട്ടിനെ തടയാനാവില്ല. ഞങ്ങൾ കാണും. ഞാൻ എൻ്റെ അവധിക്ക് കാണാൻ പോവാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നു. അവന്തിക, ഇനി നമ്മുടെ കണ്ടുമുട്ടലിനെ തടയാൻ ആർക്കും പറ്റില്ല. നീ ഇനി വന്നാൽ മാത്രം മതി. ഇനി നീ വരാതിരിക്കല്ലേ? ആദി, അവന്തിക.
ആദി ആദി ഹലോ. കുറേ നേരമായി വന്നിട്ട്. ഏയ് ഇല്ല, ഇപ്പൊ തന്നെ വന്നേ. ആദി ആദി എന്നൊന്നും പറയാത്തേ. അവന്തിക, എനിക്ക് നിന്നോട് ഒരുപാട് പറയണമെന്നുണ്ട്, ഒത്തിരി പറയണമെന്നുണ്ട്. പക്ഷേ നിന്നെ കണ്ടപ്പോ അതെന്താ, ഞാൻ അത്രയ്ക്ക് മോശമാണോ? അവന്തിക, മുഖമാണ് സൗന്ദര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അത് എനിക്കറിയാവുന്നതല്ലേ. ആദി, എന്നാ ഞാൻ പോട്ടെ. എനിക്കൊരു അത്യാവശ്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഇത്ര പെട്ടെന്ന് അത്യാവശ്യമാണെങ്കിൽ പോക്കൂ. പിന്നെ തൻ്റെ നമ്പർ ഒന്ന് എനിക്ക് തരാമോ? അതിനെന്താ, ഇതാ നമ്പർ. എന്നാ പോട്ടെ, ബൈ. ഹലോ അവന്തിക. ആദി, ഞാൻ കുറച്ച് തിരക്കിലാ, എന്നെ പിന്നെ വിളി. ഹലോ അവന്തിക, താൻ കുറേ. ആദി, ഞാൻ കുറച്ച് ബിസിയാണേ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഹലോ അവന്തിക, നീ ഫ്രീ ആണോ? ആദി, ഞാനിപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കാം. ഇതുവരെ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് താൻ വിളിച്ചിട്ടുണ്ടോ? എന്തിനാ അവന്തിക താൻ ഇന്നിങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് സഹിക്കുന്നില്ല. ഇനി കഴിഞ്ഞ അവന്തിക, എനിക്ക് നിന്നെ നേരിട്ട് കാണണം, സംസാരിക്കണം. അത് പിന്നെ എനിക്കൊന്നും കേൾക്കണ്ട അവന്തിക, എനിക്കെന്നെ കണ്ടേ പറ്റൂ. നീ വരണം. അവന്തിക, താൻ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? താൻ തമ്മിൽ കാണാതെ ഇഷ്ടപ്പെട്ടവരല്ലേ നമ്മൾ. ഇപ്പോൾ എന്നെ നേരി കണ്ടപ്പോൾ തനിക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ തുറന്ന് പറഞ്ഞോടെ എന്നോട്. ആദി, നീ സ്നേഹിക്കുന്നത് എന്നെയല്ല, നീ ഇഷ്ടപ്പെട്ടത് എന്നെയല്ല. ഞാൻ നിന്റെ അവന്തികയല്ല. എൻ്റെ പേര് വൃന്ദ. എന്താ? അങ്ങനെയെങ്കിൽ എൻ്റെ അവന്തിക എവിടെ? അവളെവിടെ? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? ഞാൻ താമസിക്കുന്നത് അവന്തികയുടെ റൂമിലാണ്. അവിടുന്ന് അവളുടെ സാധനങ്ങളൊക്കെ താരാസത്ത് എന്ന് പറഞ്ഞൊരാളെടുത്തോണ്ട് പോയി. എന്തുകൊണ്ടോ ആ കത്തുകൾ അവർ കണ്ടില്ല. നീ അയച്ച ആ കത്തുകൾ അയച്ചിട്ടാണ് നീയും അവന്തികയും അത്രമേൽ സ്നേഹിച്ചിരുന്നെന്ന് ഞാൻ അറിഞ്ഞത്. ആദ്യമൊക്കെ വെറും കുട്ടികളെ തമാശയൊക്കെ ആയിരുന്നു എനിക്ക്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നിന്നെ സ്നേഹിച്ചു പോയി. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്. അവന്തികയുടെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ തട്ടിയെടുത്തതുപോലെയായി. പക്ഷെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ അവന്തിക അത് പറഞ്ഞ് ഞാൻ നിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ആദി, നീ എന്നെ വിട്ട് പോകരുത്. ഒരു പക്ഷേ അവന്തികയെക്കാട്ടും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ വിട്ട് പോകരുത് ആദി. തന്നോട് എനിക്ക് അതിര് കടന്ന് ദേഷ്യപ്പെടണമെന്നുണ്ട്. പക്ഷെ അവന്തികയെ ഞാൻ തന്നെ സ്നേഹിച്ചു. ഇനി എനിക്ക് പ്രതീക്ഷ തരരുത്. ഞാൻ പോവുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്, വരാൻ പാടില്ല. ബൈ, ഗുഡ് ബൈ. ആദി, ആദി പോകരുത് ആദി. ആദി, ഇല്ല, ഞാൻ ചെയ്തതിന് എനിക്ക് പ്രായശ്ചിത്തം ചെയ്താൽ മതിയാവും. അവൻ്റെ അവന്തിയെ ഞാൻ അവന് കൊടുക്കണം. ഇതാ പറയുന്നത്, ആരെയും കണ്ണുപിടിച്ച് വിശ്വസിക്കരുത്. അവന്തിക, നീ ഇതെവിടെയാ? നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? അവന്തിക, സോറി വൃന്ദ, ഇനി എന്നെ വിളിക്കരുത് പ്ലീസ്. ചെയ്തതിനെല്ലാം മാപ്പ്. നിനക്ക് നിന്റെ അവന്തിയെ കാണണ്ടേ? അവൾ
അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് അവളെ കാണണ്ടേ? ഞാൻ ചെയ്ത തെറ്റുള്ള എൻ്റെ പ്രായശ്ചിത്തം. നീ വരണം അവളെ കാണാൻ വേണ്ടി എൻ്റെ കൂടെ. നിനക്കറിയാം എൻ്റെ അവന്തികയെ. പോകാം, ഞാൻ വരാം. എൻ്റെ അവന്തികയെ കാണാൻ ഞാൻ വരും. ഇത് ആരുടെ വീടാ? അവന്തികയാണോ? അവളെവിടെയാണുള്ളത്? ഇത് താരാസത്തിൻ്റെ വീടാ, മാഡത്തിൻ്റെ വീട്. ഞാൻ അവരെ വിളിച്ചിരുന്നു. ആദ്യം കുറേ അവർ സമ്മതിച്ചില്ല. പിന്നെ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നിന്നെ കൂട്ടി വരാൻ പറഞ്ഞു. പിന്നെ അവന്തിയെ കിട്ടുമ്പോൾ എന്നെ മറക്കരുത് കേട്ടോ. എവിടെയെങ്കിലും വെച്ച് കണ്ട ഒന്ന് ചിരിച്ചേക്കണം. എനിക്കത് മതി. വൃന്ദ, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, സോറി. വേണ്ടാതി, നമുക്കിടയിൽ എൻ്റെ ആവശ്യമില്ല. ആ സോറിക്ക് എനിക്ക് അർഹതയില്ല. ആദി അല്ലേ? അവന്തികയുടെ ആദി. കേറി വാ. എന്നെ അറിയാമോ അവന്തിക? എനിക്കറിയാം. അവിടുന്ന് പോയ പിന്നെ ഞാൻ അവൾക്ക് എൻ്റെ ഡ്രസ്സിൽ നിന്ന് കത്തുകൾ അയച്ചിരുന്നു. അവൾ എനിക്ക് അയക്കുന്ന കത്തുകളിലൊക്കെ നിന്നെപ്പറ്റി ഒരുപാട് പറയുമായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞ ഒരുപാട്. അവൾക്ക് ജീവനായിരുന്നു നിന്നെ. ഇതൊക്കെ അവൾ എഴുതിയതാ നിന്നെപ്പറ്റി. മാഡം, അവന്തിക അവളെവിടെയാ? അതാ അവള്. അവന്തിക, ആദി, എനിക്കിവിടെ കാണണമെന്നേ ഉണ്ടായിരുന്നു. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അവന്തിക നിനക്കായി തന്നെ വരും. എനിക്ക് സങ്കടമില്ല, കാരണം എൻ്റെ അവസാന നിമിഷങ്ങളിൽ നീ എൻ്റെ കൂടെയുണ്ട്. ആദി, ഐ ലവ് യു. മാഡം, നിങ്ങളോടുള്ള എൻ്റെ ആരാധനയാണ് എന്നെ കത്തിൽ എഴുതാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ആ കത്തുകളാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ ആദിയെ കാണാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായി നാളെക്കുറിച്ചോർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നന്ദിയുണ്ട് അവനെ എനിക്ക് കിട്ടാൻ കാരണമായതിൽ. പുസ്തകങ്ങളിലൂടെ ഞാൻ വായിച്ച ഓരോ വികാരം, പ്രണയവും വാത്സല്യവും എല്ലാം എൻ്റെ ആദിയിൽ നിന്ന് എനിക്ക് കിട്ടി. അവൻ്റെ ഓരോ കഥയിലും അതെനിക്ക് വായിച്ചെടുക്കായിരുന്നു അവനിലോടുള്ള സ്നേഹം. നന്ദിയുണ്ട് ആരുമില്ലാത്ത അവൻ്റെക്ക് ആരൊക്കെയോ ആയി തീർന്നതിന്, ആദിയെ എനിക്ക് കിട്ടാൻ കാരണമായതിന് ഒരുപാട് 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 നന്ദി. ബൈ അവന്തിക. അത് താനായിരുന്നല്ലേ എൻ്റെ കൈകളിലുണ്ടായിട്ടും എൻ്റെ ആദിക്ക് നിന്നെ മനസ്സിലായില്ല. ആദ്യം നീ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എനിക്കറിയില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ആരും എൻ്റെ പിന്നാലെ പോരരുത്. എനിക്ക് ഇപ്പം തന്നെ കൈവിട്ട് പോയിരിക്കുന്നു. എൻ്റെ പിന്നാലെ വരരുത് ആരും. അവന്തിക ആരുമില്ലാത്ത അതിക്ക് ആരൊക്കെയോ ആയി തീർന്നവൾ. അന്ന് ഞാൻ കണ്ടത് ഒരു പക്ഷേ വൃന്ദയെ തന്നെ ആയിരിക്കാം. അതുകൊണ്ടാവണം അവന്തികയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയത്. അവന്തിക അവൾ തന്നെയാവണം വൃന്ദയെ
എൻ്റെ ലൈഫിലേക്ക് വീണ്ടും വന്നത്. വൃന്ദ, ഞാൻ വരുന്നു നിന്നിലേക്ക്. ആദ്യം പോയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം കഴിയുന്നു. എനിക്കറിയാമേ അവനിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. പക്ഷേ ഞാനും അവനെ സ്നേഹിച്ചിരുന്നു. അവന് വേണ്ടി ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നു. ആദ്യയുടെ കത്ത് എനിക്ക് അതെ, ആദിയുടെ കത്ത് തന്നെ. ഇനി അഡ്രസ് അങ്ങനെ മാറി വന്നതാണോ? ഇതാദി വൃന്ദയ്ക്ക് വേണ്ടി തന്നെ എഴുതിയതാ, വൃന്ദയ്ക്ക് വേണ്ടി മാത്രം. ആദി, ഐ ആം സോറി. വേണ്ട വൃന്ദ, നമുക്കിടയിൽ അത് വേണ്ട. ആന്തിക അവളെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, എന്നും എനിക്ക് മാത്രമായി ഓർത്തെടുക്കാൻ. അല്ല, ഞാൻ വന്നിട്ട് ഹരിയേട്ടനെ കണ്ടു, താരാമാമനെ കണ്ടില്ല. മാഡം ഒരു പുതിയ പുസ്തകത്തിൻ്റെ എഴുത്തുപുരയിലാണ്. എ ലവ് സ്റ്റോറി റിട്ടേൺ ബൈ അവന്തിക.